കർക്കിടവാവിന് അവധി കിട്ടിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല പാട്ടും പാടി നല്ല ഉഷാറിൽ നിന്ന് കിച്ചണിലൊക്കെ വന്ന് പണികളൊക്കെ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ടും പാടി ഉഷാറായിട്ട് പണിയെടുക്കാൻ തന്നെ ഒരു സുഖമാണ്. എനിക്ക് പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാടിയ പാട്ടൊന്നും നിങ്ങൾ കേട്ടു നോക്കി. ഞാൻ അത്ര വലിയ പാട്ടുകാരത്തിയൊന്നും അല്ല കേട്ടോ. എല്ലാവരും പാടുന്ന പാട്ട് പാടിയേ ഉള്ളൂ. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, നിങ്ങളിൻ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനാണെന്നോ. പ്രാണസഖി നന്നായറിയാം ഞാനിന്നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദൃഹവുമില്ല പ്രിയേ. പ്രാണസഖി നന്നായറിയാം ഞാനിന്നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദൃഹവുമില്ല പ്രിയേ. ഉമറുബ്നുൽ അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിതു കേട്ടിടുവിൻ. അമവിയാം രാജകുമാരൻ സുഗലോലുബ്നാം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി, ഒരു കാര്യം ചൊല്ലൂ പെണ്ണേ, ഉമറു ഖലീഫ താമസമെവിടെ, ഒരു കാര്യം അവരോടോതാൻ തങ്ങളെ വീടെവിടെ. ഇതു കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇത് തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവീൻ. ഈ കൂര ഉമറു ഖലീഫ തങ്ങളുടേതോ, സുബ്ഹാനല്ലാഹ്, ഇതുപോലെ വേറൊരു കുടിലിൻ നാട്ടിലുമില്ലല്ലാഹ്. ഇതുപോലെ നിരവധി നിസ്തുള്ള മാതൃക കാട്ടിയ ജനസേവകനാം ഇബ്നുൽ അസീസ് റഈസു സാഹിദിൻ സോദരരെ, ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, നിങ്ങളിൻ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എന്താ റെഡിയായിന്ന് കണ്ടോ മക്കളെ നിങ്ങൾ. നല്ല കിടുക്കാച്ചി ഐറ്റം തന്നെ കേട്ടോ. ചില്ലി ചിക്കനും നെയ്ച്ചോറും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിലേക്കും പോകണ്ട. കുട്ടികൾക്കൊക്കെ ലീവുള്ള ദിവസം ഉണ്ടാക്കി കൊടുത്ത അടിപൊളിയാക്കരം. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എൻ്റെ പാട്ടാണോ ഇഷ്ടമായേ, ഞാനുണ്ടാക്കിയ ഈ ഫുഡാണോ ഇഷ്ടമായേ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നുമല്ല, പാട്ട് പഠിച്ചിട്ടുമില്ല.
എന്നാലോ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ടിനോട്. ആൽബം പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും നല്ലോണം പാടാനും ഇഷ്ടമാണ്, കേൾക്കാനും ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ ആൽബം പാട്ട് കേട്ടിരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. എൻ്റെ പാട്ട് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.